തീവ്രവാദ സംഘടനയിൽ അംഗമായതിനും ഭീകര സംഘടനയ്ക്ക് സഹായം ചെയ്തതിനും 10 വർഷം വീതം കഠിന തടവാണ് റിയാസ് അബൂബക്കറിന് കൊച്ചി NIA കോടതി വിധിച്ചത്. ഗൂഢാലോചന കുറ്റത്തിന് 5 വർഷവും ശിക്ഷ നൽകി. 3 വകുപ്പുകളിലെ പരമാവധി ശിക്ഷയായ 10 വർഷത്തെ കഠിന തടവ് പ്രതി അനുഭവിച്ചാൽ മതി. നിലവിൽ ജയിലിൽ കിടന്ന 4.5 വർഷം ശിക്ഷാ കാലയളവായി കണക്കാക്കും. 1,25,000 രൂപ പിഴയും കോടതി ചുമത്തി. റിയാസ് കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതി ഇട്ടെന്നതടക്കം വ്യക്തമാക്കുന്ന NIA സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ അംഗീകരിച്ചാണ് പ്രതിക്ക് കോടതി പരമാവധി ശിക്ഷ നൽകിയത്. NIAക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ S. ശ്രീനാഥ് കോടതിയിൽ ഹാജരായി. സ്വയം ചാവേറാകാനുള്ള ഒരുക്കത്തിനിടയിൽ 4 വർഷം മുൻപാണ് റിയാസ് അബൂബക്കർ NIAയുടെ പിടിയിലാകുന്നത്. കേരളത്തിൽ നിന്നും പോയി ISൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ ശബ്ദ സന്ദേശമടക്കം റിയാസിന്റെ ഫോണിൽ നിന്നും പിടിച്ചെടുത്തത് കേസിൽ നിർണായകമായി. ചാവേർ ആക്രമണം ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന നടന്നത് കൊച്ചിയിലാണെന്നാണ് NIA കണ്ടെത്തൽ. കാസർഗോഡ് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ 15 പേരെ കാണാതായതുമായി ബന്ധപ്പെട്ട് 2016 NIA കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ എല്ലാവരും അഫ്ഗാനിസ്ഥാനിലെത്തി ISൽ ചേർന്നെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിൽ റിയാസ് അടക്കം അറസ്റ്റിലാകുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.